വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിച്ചൂസ് ജേണി. അപ്പോൾ ഇന്നും ഒരു പൂരം വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മകരഭരണിയാണ് എൻ്റെ തറവാട്ടമ്പലത്തിലെ പൂരാട്ടോ. അപ്പോൾ ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് ഞാനൊരു 2 മണിക്കാകുമ്പോൾ വീട്ടിലെത്തി. ഇപ്പോൾ അതാ കുളിച്ചിട്ടുണ്ട്. നമ്മൾ നേരെ അമ്പലത്തിൽ പോവാണ്. ഇനി ഡ്രസ്സൊക്കെ ഒന്ന് മാറണം. ഇന്ന് നമ്മൾ തറവാട്ടിലാട്ടോ നിൽക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും എൻ്റെ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനൊരു ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പൂരത്തിനായിട്ട് വാങ്ങിയതല്ല, ജസ്റ്റ് വാങ്ങിയതാണ്. നമ്മൾ കുന്നംകുളത്ത് കേരള വസ്ത്രാലയത്തിൽ നിന്ന് കേട്ടോ വാങ്ങിയത്. ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഡ്രസ്സ് ഒരു സിമ്പിൾ കുർത്തിയും അതിൻ്റെ ഒരു പാൻറ്റും ആണ്. അപ്പോൾ നമുക്ക് വേഗം ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഇറങ്ങാൻ നോക്കട്ടെ കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇതാട്ടോ ഞാൻ വാങ്ങിച്ച കുർത്ത. അധികം ആഡംബരമൊന്നുമില്ല, നമ്മൾ അമ്പലത്തിൽ പോകാനുണ്ട്. അപ്പോൾ സിമ്പിൾ ഒരു കുർത്തിയാണ്. അപ്പോൾ എനിക്കെന്തായാലും ഇഷ്ടമായി, നല്ല കളറാ തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അമ്പലത്തേക്ക് പോകാം കേട്ടോ. അങ്ങനെ ഞാൻ താഴോട്ടെത്തിയപ്പോഴേക്കും അമ്മ നല്ല കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കഴിക്കാൻ എലൈറ്റിൻ്റെ ബ്രൗണി പോലത്തെ സംഭവം ഉണ്ടല്ലോ, അതായിരുന്നു കേട്ടോ. നമ്മുടെ നോർമൽ ബ്രൗണിയുടെ ടേസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് ഒക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞാൻ അമ്മയും കൂടി വീടൊക്കെ അടച്ചിട്ട് ഇറങ്ങിയിട്ടു. അനിയൻ കുറച്ച് മുമ്പേ വണ്ടിയിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിപ്പോൾ ബസ് സ്റ്റോപ്പിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ തന്നെ സമയം 4:30 ആയിട്ടുണ്ട്. ബസ് ഇങ്ങനെ ഇടയ്ക്കേ ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു സൈഡിലോട്ട്, അതായത് എൻ്റെ അച്ഛൻ്റെ തറവാടിൻ്റെ ആ സൈഡിലോട്ട്. അതുകൊണ്ട് തന്നെ ബസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോ വിളിച്ചിട്ട് വേണം പോകാൻ. ഞങ്ങൾ പോണ വയ്ക്കൊരു വീട്ടിൽ പട്ടിയുണ്ട് കേട്ടോ, അത് എപ്പോഴും കുറച്ചുകൊണ്ടിരിക്കും. ബസ് സ്റ്റോപ്പിലേക്ക് പോകണ വഴി നമ്മൾ താമരയുടെ അമ്പലത്തിൻ്റെ അതേ കൂടെയായിട്ട് പോവുക. ഈ വഴി കൂടെ നടക്കുമ്പോൾ എനിക്ക് ഈ ഒരു വ്യൂ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഈ അമ്പലത്തിൽ നിന്ന് ഒരു പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കാൻ നല്ല രസമാട്ടോ, വൈകിട്ടും രാവിലെയൊക്കെ. അങ്ങനെ അവിടെ ബസ്സില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഓട്ടോയിലാട്ടോ പോകുന്നുണ്ട്. മുഖംമൂടി മുക്ക് എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പ് ഉണ്ട്. അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ബസ് കിട്ടും. കുന്നംകുളത്ത് നിന്ന് വരുന്ന ബസ്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. അങ്ങനെ ബസ് വന്നിട്ടുണ്ട്. ഒടുക്കത്തെ തിരക്കായിരുന്നു കേട്ടോ. വൈകിട്ട് സ്കൂളൊക്കെ വിടുന്ന ഒരു സമയമുണ്ട്, നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ ആൽത്തറ എന്ന് പറഞ്ഞൊരു സ്ഥലത്തിറങ്ങി. അനിയൻ കാറായിട്ട് വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിരുന്നു. എന്നാലും അവിടെ വെറുതെ നിൽക്കണ്ടല്ലോ എന്ന് കരുതി ഞങ്ങളൊന്ന് നടന്നു തുടങ്ങിയപ്പോഴേക്കും അവരെത്തിയിട്ടോ. അനിയനും എൻ്റെ വെളിച്ചൻ്റെ മോനാണ് അർജു. അങ്ങനെ അവർ കാറിൽ വിളിക്കാൻ വന്നു. വീട്ടിലെത്തിയപ്പോഴേക്കും നമ്മുടെ ക്ഷേത്രക്കുട്ടി എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളെ കുറച്ച് നേരം കളിപ്പിച്ചു. ഇതെൻ്റെ കസിൻ ഉണ്ടാക്കിയ പ്ലം കേക്ക് ആട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ തറവാടൊക്കെ ഒന്ന് കാണിക്കാമെന്ന് കരുതി പുറത്തോട്ട് ഇറങ്ങി. തറവാടിന് ചുറ്റുമുള്ള പറമ്പാണ് കേട്ടോ. ഇവിടെ പണ്ടൊരു കുങ്കുമപ്പൂവിൻ്റെ മരം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു ആ സൈഡിൽ കൂടെ പോകുമ്പോൾ. കാരണം കുറേ പൂക്കൾ ഇങ്ങനെ താഴെ വീണ് കിടക്കുന്നുണ്ടാവും. നല്ല മണമൊക്കെ ആയിരുന്നു കേട്ടോ. എൻ്റെ ഒരു 2-3 വയസ്സ് വരെ ഞാൻ തറവാട്ടിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാട്ടോ ഞങ്ങൾ ഗുരുവായൂരിലേക്ക് പോയത്. ഇതാട്ടോ എൻ്റെ തറവാട്. പിന്നെ ഇവിടെ ഒരു കുഞ്ഞു കാവ് പോലത്തെ സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ അതാ അമ്മയും എൻ്റെ കസിനും പിന്നെ ക്ഷേത്ര എല്ലാവരും കൂടിയിട്ട് പുറത്ത് ഇങ്ങനെ കണ്ടായിരുന്നു. ഇവിടെ പാപ്പൻ്റെ മാങ്ങയുടെ കച്ചവടം നടക്കുന്നുണ്ട് കേട്ടോ. അതാണ് അവിടെ ഒരു ട്രേ നിറയെ മാങ്ങ ഉള്ളത്. വീട്ടിൽ നിന്ന് തന്നെയുള്ള മാങ്ങയാണ്. അങ്ങനെ അതാ ഞാനും നീഹും ആരാധ്യയും എല്ലാവരും കൂടിയിട്ട് പൂരപ്പറമ്പിലേക്ക് പോവാണ് കേട്ടോ. ഞാൻ നീഹുവിനെ കാണിച്ചപ്പോൾ നീഹു ആരാധ്യനെ ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു. ആരാധ്യയെ വായോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി വീഡിയോ ഒക്കെ എടുത്തു. ഇത് അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അമ്പലത്തിൽ അത്യാവശ്യം ഇങ്ങനെ കുറേ കടകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പോയുടനെ തന്നെ എല്ലായിടത്തും നന്നായിരുന്നു തൊഴുതു. അവിടെ വെളിച്ചനൊക്കെ കൂടിയിട്ട് വിളക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വെളിച്ചപ്പാട് അവിടെ റെഡി. അവിടെ നല്ല കുട്ട അടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ കൊടിമരം. അവിടെ പൂരം കൊടിയേറി നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും കൊട്ടൊക്കെ കേട്ടോണ്ടിരിക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് അപ്പുറത്ത് എൻ്റെ വെളിച്ചൻ വന്നിട്ടുണ്ട്. എന്താട്ടോ എൻ്റെ വെളിച്ചൻ അച്ഛൻ്റെ 2ാമത്തെ ചേട്ടനാണ്. ഇതാട്ടോ നമ്മുടെ ഫ്രണ്ടിൽ തന്നെയുള്ള കാവാണ്. അപ്പോൾ അവിടെ ദേവീനെ തൊഴുതു. അപ്പോഴത്തേക്കും നമ്മുടെ തറ വന്നു കേട്ടോ. ഇത് കുറേ സ്ഥലത്ത് ഈ തറ ഇല്ല എന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ ഫസ്റ്റ് പൂരത്തിന് വരെ തറയാണ് കേട്ടോ. തറ വരുമ്പോൾ തറയും പിന്നെ പൂതും ഉണ്ടാവും അതിൻ്റെ കൂടെ. നല്ല രസമാട്ടോ. എനിക്ക് തറ ഡാൻസ് കളിക്കുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതാട്ടോ പൂതം. അങ്ങനെ എല്ലാവരും കൂടി ആ ഒരു പൂരത്തിൻ്റെ ആർമാരത്തിൽ ഭയങ്കര ബഹളമൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. നല്ലൊരു വൈബാണല്ലേ ഈ പൂരത്തിൽ എന്ന് പറഞ്ഞാൽ. എല്ലാവരും കൂടിയുള്ള ബഹളും എല്ലാം ആകുമ്പോൾ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പോഴത്തേക്ക് നമ്മുടെ വെളിച്ചപ്പാട് വന്നു കേട്ടോ. വെളിച്ചപ്പാട് വന്നിട്ട് ഇവരെ അരി എറിഞ്ഞിട്ട് സ്വീകരിക്കുകയാണ് ചെയ്യുക. അങ്ങനെ വെളിച്ചപ്പാട് വന്നിട്ട് പൂരത്തിനും നമ്മുടെ തറയിനൊക്കെ ഉള്ളിലോട്ട് സ്വീകരിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ നീഹു ഭയങ്കര കരച്ചിലായിട്ടോ. അവൾ പുറമെ ഭയങ്കര ധൈര്യം കാണിക്കുകയും പെട്ടെന്ന് തറയിനൊക്കെ കണ്ടപ്പോൾ അവൾ പേടിച്ചിട്ട് കരച്ചിലായി. പിന്നെ വന്നത് കരിങ്കാളിയാണ് കേട്ടോ. നമ്മുടെ ഇവിടെ മാതൃസമിതി എന്ന് പറഞ്ഞിട്ടൊരു സമിതി ഉണ്ട്. അതായത് നമ്മുടെ പെണ്ണുങ്ങളുടെ മാത്രം അവരുടെ വക കരിങ്കാലി ഉണ്ടായിരുന്നു. ഇത് പക്ഷെ വേറെ ആൾക്കാരുടെ കരിങ്കാലി ആട്ടോ. അങ്ങനെ ഉള്ളിൽ കയറിയപ്പോൾ ഒരു ടോയ് കടയിൽ ഇങ്ങനെ കുറേ പട്ടിക്കുട്ടികൾ തലയാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആരാധ്യ അവിടെ നിന്ന് എന്തോ വാങ്ങുന്നുണ്ട് കേട്ടോ. നീഹു ആണെങ്കിൽ ഒരു കുഞ്ഞ് താറാവുകുട്ടിയോ കോഴിക്കുട്ടി എന്തിനോ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ഉറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ കരിങ്കാളികളെല്ലാം ഉള്ളിലോട്ട് കയറി. ഇതാട്ടോ നമ്മുടെ മാതൃസമിതി. അവരെല്ലാ പരിപാടിക്കും ഓരോ ഡ്രസ് കോഡിലൊക്കെയാണ് വരിക. ഈ ഒരു പരിപാടി വന്നാൽ ഭയങ്കര ഉഷാറായിരിക്കും. കാരണം നമ്മുടെ എല്ലാ ചേച്ചിമാരും കൂടിയിട്ട് കരിങ്കാലി
കരിങ്കാലിയുടെ കൂടെ നിന്ന് തുള്ളു കേട്ടോ. നല്ല രസമാണ് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പുറത്ത് നമ്മുടെ നേരത്തെ കണ്ട കരിങ്കാലിയും വന്നിട്ടുണ്ട്. പിന്നെ 2 ടീമും കൂടി ഒരുമിച്ചായിരുന്നു കേട്ടോ. ഭയങ്കര ഡാൻസും കളിയൊക്കെ ആയിരുന്നു. നമ്മുടെ ഈ പൂരങ്ങളൊക്കെ മെയിനായിട്ട് വിദേശത്തുള്ളവർക്ക് ഭയങ്കര മിസ്സിങ് ആയിരിക്കും അല്ലേ. ഇതൊക്കെ ഒരു രസമല്ലേ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും കൂടി തുള്ളന് കാണുമ്പോൾ തന്നെ പ്രത്യേക ഒരു ഹരം കയറും എല്ലാവർക്കും. പിന്നെ കുറച്ച് നേരം അവിടെ നിൽപ്പിക്കും നന്നായി വിശന്നു കേട്ടോ. അപ്പുറത്ത് നല്ല കായബജിയും പഴംപൊരിയും അങ്ങനെ ചായയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഒരു കായബജിയൊക്കെ വാങ്ങി കഴിച്ചു. ഞങ്ങളെല്ലാവരും കൂടി അവിടെ ടേബിൾ ഉണ്ടായിരുന്നു, അവിടെ ഒന്ന് ചായ കുടിച്ചു. പൂരം കാണുന്ന തിരക്കിലാട്ടോ. ഇത് പ്രതീക്ഷേച്ചിയാണ്, എൻ്റെ വെളിച്ചൻ്റെ മോളാട്ടോ. പിന്നെ പ്രതീക്ഷേച്ചി ഞാൻ വീഡിയോയിൽ നോക്കാൻ പറഞ്ഞപ്പോൾ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ആൾക്ക് മനസ്സിലായിട്ടില്ല, കാരണം ഞാൻ ബാക്ക് ക്യാമിലാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് മനസ്സിലാവാഞ്ഞത്. പിന്നെ നീഹുണ്ട്, അമ്മയുണ്ട്, ആരാധ്യയുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചായയൊക്കെ കുടിച്ച് അവിടെ ഇരുന്നു. അപ്പോഴേക്കും എൻ്റെ അനിയൻ വന്നു. അങ്ങനെ അനിയൻ വേറെ എന്തൊക്കെയോ വാങ്ങി. ഇത് രമേശ് കേട്ടോ, നീഹുവിൻ്റെ അമ്മയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗുരുതി കൊടുക്കുന്ന സമയമായിട്ടോ. അപ്പോൾ എല്ലാവർക്കും പങ്കെടുക്കായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ക്യൂ നിന്നിട്ട് ഇങ്ങനെ പോയിട്ട് ഗുരുതിയൊക്കെ കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഈ ആണുങ്ങൾക്ക് മാത്രമല്ല എന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛനും അനിയനും പിന്നെ വെളിച്ചന്മാരും കസിൻസും പിന്നെ നാട്ടിലുള്ള കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കാവടി എത്തിയിട്ടുണ്ടായിരുന്നു. കാവടി എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി പോയി. എന്നാലും അമ്പലത്തിലൊക്കെ കയറി കുറച്ച് നേരം കാവടിയൊക്കെ ആടിയിട്ടാട്ടോ പോയത്. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശിങ്കാരിമേള എത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഈ തെയ്യമല്ല, നമ്മുടെ പല ശിവൻ്റെയും കാളിയുടെ ഒക്കെ വേഷം കിട്ടിയിട്ട് ഇങ്ങനെ വലിയ അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരും കുറച്ച് നേരം ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട് പെർഫോം ചെയ്തു കേട്ടോ. ചെറിയൊരു വെടിക്കെട്ടാണ് ഉണ്ടായുള്ളൂ. അങ്ങനെ അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയിട്ട് അപ്പോൾ അവിടെ കുറേ ഉപ്പിലിട്ട മാങ്ങയും ക്യാരറ്റും പൈനാപ്പിളൊക്കെ കണ്ടു. അങ്ങനെ ഒരു ഉപ്പിലിട്ട മാങ്ങയും പിന്നെ ഒരു ഉപ്പിലിട്ട പൈനാപ്പിളൊക്കെ വാങ്ങി അതൊക്കെ കഴിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും എല്ലാവരും കൂടി ഭയങ്കര സംസാരമായിരുന്നു. അവിടെ ഫുഡ് കഴിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു കുറച്ച് പേര്. നീഹു ഇതാ ഒറ്റയ്ക്കൊക്കെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. അവളുടെ അമ്മേനെയും വിളിച്ചുകൊണ്ട് ഇങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു. ഇത് നമ്മുടെ ആരാധ്യയുടെ സ്റ്റഡിങ് ഏരിയ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ആരാധ്യയുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര്, പിന്നെ ആരാധ്യയുടെ അമ്മമ്മയുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര്, എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരുണ്ട്, പിന്നെ എൻ്റെ കസിൻ ഉണ്ട് കേട്ടോ ആതിരേച്ചിയുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ കുറച്ച് ഐസ്ക്രീമൊക്കെ ഇരുന്ന് കഴിച്ചു. അപ്പോഴത്തേക്ക് നമുക്ക് വൈകിട്ട് തെണ്ട് ചുടാന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് കേട്ടോ അമ്പലത്തിലെ പരിപാടി തുടങ്ങാൻ പുലർച്ചെ ഒരു 1 മണി സമയമൊക്കെ ആവും. അപ്പോഴത്തേക്കും കുറേ തേങ്ങയൊക്കെ ചെരുകാനുണ്ടായിരുന്നു. അങ്ങനെ അമ്മയും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് തേങ്ങ ചെരുകാനും പിന്നെ അട പരത്താനൊക്കെ വേണ്ടിയിട്ട് റെഡി ആവാതിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നീഹു ഇതാ കുളിച്ച് സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളെൻ്റെ പൊട്ട് ഇങ്ങനെ തൊട്ടിട്ട് അവളുടെ നെറ്റിയിൽ ഇങ്ങനെ ഒട്ടിക്കണ പോലെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഏതോ ഒരു പാവേനെ ഇങ്ങനെ ഉറക്കണ പോലെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവളുടെ അമ്മ എന്നെ ഏൽപ്പിച്ച് പോയതാണ്, അവളൊന്ന് കുറച്ച് നേരത്തേക്ക് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ പുറത്ത് പോയപ്പോഴേക്കിൻ്റെ പാപ്പൻ മാങ്ങയുടെ ബിസിനസ് നടത്തുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ നിന്ന് കേട്ടോ മാങ്ങയൊക്കെ എടുക്കേണ്ടത്. അപ്പോൾ അത് പുറത്തുനിന്ന് പിടിച്ചിട്ട് ഉള്ളിൽ കാർ ഷെഡിലോട്ട് കയറ്റി വെക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അനിയൻ വീട്ടിൽ പോയിട്ട് നമ്മുടെ സ്പീക്കർ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് കുറച്ച് നേരം പാട്ടൊക്കെ വെച്ച് പിന്നെ ഭയങ്കര ഡാൻസ് കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു.
ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞ് ഉള്ളിലോട്ട് എത്തിപ്പിക്കും നമ്മുടെ തെണ്ട് ചൂടാൻ വേണ്ടിയിട്ടുള്ള അട പരത്തണ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ നാട്ടിലുള്ള കുറച്ച് പേരുണ്ട്, പിന്നെ രമ്യേച്ചിയുണ്ട്, അമ്മയുണ്ട്, വല്യമ്മച്ചൻ്റെ ഭാര്യയുണ്ട് കേട്ടോ, വല്യമ്മയൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് അപ്പം ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തെണ്ട് ഇങ്ങനെ കെട്ടുകയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ഇതിൽ വെച്ചിട്ട് വേണം കെട്ടാൻ വേണ്ടിയിട്ട്. ഈ കെട്ടണ പരിപാടി അത്ര എളുപ്പമല്ല കേട്ടോ, കാരണം ചിലവർക്ക് മാത്രമാണ് ആ കെട്ടാനുള്ള ഒരു നാക്കൊക്കെ അറിയുള്ളൂ. പിന്നെ ഈ കെട്ടണ ഈ ഒരു സംഭവത്തിനൊരു പ്രത്യേക ഒരു പേരുണ്ട്, എന്നോട് എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വഴുകാന്നോ അങ്ങനെ എന്തോ ഒരു പേരാട്ടോ. ഓരോ സ്ഥലത്തും ഓരോ പേരെ പറയാൻ തോന്നുന്നു. അപ്പോൾ ഇത് വേറെ പുഴുങ്ങിയെടുക്കാനുള്ള അപ്പാട്ടോ. 2 ടൈപ്പ് ഉണ്ടാക്കേണ്ട, ഒന്ന് ചുട്ടെടുക്കാനും പിന്നെ പുഴുങ്ങിയെടുക്കാനും. അങ്ങനെ ആ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നീഹു നല്ല ഉറക്കായിട്ടോ. അങ്ങനെ അവളെ അവിടെ കിടത്തിയിട്ട് നമ്മളൊരു 12:30-1 മണി ആയപ്പോഴേക്കും അമ്പലത്തിൽ പോയി. അങ്ങനെ അമ്പലത്തിൽ എത്തിയ ഉടനെ തന്നെ അമ്മ അത് അമ്പല കിണറ്റിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ കോരി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഒരു അടുപ്പ് കണ്ടില്ലേ, അതിൽ വിറകൊക്കെ കത്തിച്ചിട്ട് ഒരു കലം വെച്ചിട്ട് അതിൽ ഈ അരിയും വെള്ളമൊക്കെ വെച്ചിട്ട് തിളപ്പിച്ച് ഇങ്ങനെ തൂവി പോകണം. അപ്പോൾ അതാട്ടോ ആദ്യത്തെ പരിപാടി. എന്നിട്ട് വെല്ലിച്ചൻ്റെ ഭാര്യ കേട്ടോ, രണ്ടാമത്തെ വെല്ലിച്ചനെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, വെല്ലിച്ചൻ്റെ ഭാര്യയാണ് അനിത വല്യമ്മ. അപ്പോൾ വല്യമ്മയാണ് കേട്ടോ ഒന്ന് കലത്തിൽ അരി വെച്ചിട്ട് തിളപ്പിക്കാൻ പോകുന്നത്. അങ്ങനെ ആ കുടത്തിൽ ചുറ്റും ഇങ്ങനെ എന്തോ ചന്ദനം പോലെ എന്തൊക്കെയോ തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ അരി ഇട്ട് കൊടുക്കുക കേട്ടോ. അരിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് വിറക് കത്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വല്യമ്മ കുറച്ച് അരിയായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതിന് തിളച്ച് തൂണ വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ നേരത്തെ പരത്തിയെടുത്ത തെണ്ടുണ്ടല്ലോ, അതിങ്ങനെ ഒരു കമ്പിയുടെ മുകളിൽ വെച്ചേക്കാട്ടോ. നമുക്കിനി കനലിങ്ങനെ കത്തിച്ചിട്ട് ഒരു ചൂട്ട് പോലെ അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. അത് കത്തിച്ചിട്ട് നമ്മളിങ്ങനെ അടിച്ചടിച്ച് വേണം അതിങ്ങനെ ചൂടാൻ വേണ്ടിയിട്ട്. അതിനാട്ടോ തെണ്ട് ചൂടാന്ന് പറയാം. നമ്മുടെ കലത്തിലുള്ള അരി അവിടെ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എപ്പോൾ വേവും നോക്കിയിട്ട്. അപ്പോൾ അതാ നമ്മൾ ആ സമയത്ത് തന്നെ അപ്പുറത്ത് കുറച്ച് തെണ്ട് ചൂടാന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിതിങ്ങനെ കമ്പിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഷൈനിയാൻ്റെ കേട്ടോ, നമ്മുടെ ബന്ധുവാണ്. പിന്നെ ത്തിന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ വീട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഉത്സാഹിച്ചിട്ട് ഇങ്ങനെ അടിച്ചടിച്ച് വേണം ഈ തെണ്ടിങ്ങനെ ചുട്ട് വരണം കേട്ടോ. എല്ലാം വെന്ത് നന്നായിട്ട് വരണം. അപ്പോൾ കുറച്ച് നേരത്തെ പണിയുണ്ട്. അങ്ങനെ ഒരാൾ മാത്രമല്ല കേട്ടോ, നമ്മളൊരു 6-7 പേര് കൂടി നന്നായി പരിശ്രമിച്ചിട്ടാണ് തെണ്ടൊന്ന് ചുട്ട് കിട്ടിയത്. ഇത് നമ്മൾ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന അടയിൽ അത് ഇത്രയും വലിയ ഒരു ഇതിലാക്കി വെച്ചു. അപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ കലം തൂവിയിട്ടുണ്ട് കേട്ടോ. എല്ലാ സൈഡിലേക്കും ഏകദേശം തൂവി പോയിട്ടുണ്ട്. അപ്പുറത്ത് നമ്മുടെ അമ്പലക്കുളത്തിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് വേറൊരു ഗുരുതി പൂജ പോലെ എന്തോ നടക്കുന്നുണ്ടായിരുന്നു. ആ സൈഡിലോട്ടൊന്നും പിന്നെ ആ നേരത്ത് പോയില്ല കേട്ടോ. അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും കൂടി ഉത്സാഹിച്ചിട്ട് തെണ്ട് ചുട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല ചൂടുണ്ട് കേട്ടോ, കാരണം കാറ്റും ഉണ്ട്. അതേപോലെ തന്നെ ഈ ചൂടൊക്കെ കൂടി വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഉഷ്ണവും എന്താ പറയുക, നമ്മൾ തെണ്ട് ചൂടായിരുന്നിട്ട് നമ്മൾ കഴിഞ്ഞു എന്ന് പറയില്ലേ, ആ ഒരവസ്ഥയായിരുന്നു. എന്നാലും ചുട്ട് കിട്ടി കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോഴേക്കും നമ്മുടെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന അപ്പമൊക്കെ ചുട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും താലം എടുക്കണ ഒരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇപ്പോൾ സമയം ഒരു 2 മണി 2:30 ആയിട്ടുണ്ടാവും. എല്ലാവർക്കും ഉറക്കമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ചു കേട്ടോ. അപ്പോഴത്തേക്കും ചെറിയൊരു റിലാക്സേഷൻ കിട്ടി, ഉറക്കമൊക്കെ ഒന്ന് മാറി തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ വെളിച്ചപ്പാടൊക്കെ റെഡി ആയിട്ടുണ്ട്. താലൊക്കെ എടുത്ത് കഴിഞ്ഞു കേട്ടോ. ആ താലെടുക്കണ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പേര് കൊങ്ങിണിയടി എന്നാട്ടോ ഈ ഒരു പരിപാടിയുടെ പേര്. ഇതിനൊരു ഐതിഹ്യമൊക്കെ ഉണ്ട്. നമ്മുടെ ദാരിക നിഗ്രഹം കഴിയില്ലേ, അതിനുശേഷം ദേവി എല്ലാവരും കൂടി സന്തോഷത്തോടെ എന്താ നൃത്തമാടി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ പരിപാടി എന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ ഇത് ആണുങ്ങൾക്കുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ആണുങ്ങൾ നേരെ പോയി കുളിച്ച് വന്നതിന് ശേഷം ഇങ്ങനത്തെ ഒരു മുണ്ട് മാത്രം എടുത്തിട്ട് വേണം ഈ ഒരു ചടങ്ങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഉരലിൽ വെച്ചിട്ട് ഇങ്ങനെ കുത്തിയിട്ടാട്ടോ ഈ ഒരു പരിപാടി ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ അമ്പലത്തിന് ചുറ്റും ഒന്ന് വലം വെക്കുന്നുണ്ട്. ഓരോ പെയർ വെച്ചിട്ടാട്ടോ ഓരോ ഉരലിൻ്റെ അടുത്ത് നിൽക്കുക. അപ്പോൾ അങ്ങനെ 3 ഉരൽ അവിടെ വെച്ചിട്ടുണ്ട്. ആദ്യം അമ്മമാരാണ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ 2 അമ്മമാരുണ്ടായിരുന്നു. അപ്പോൾ അമ്മമാർ ആണ് ആദ്യം ഉരലിടിച്ചത്. അതിനുശേഷം നമ്മുടെ മെയിൻ പരിപാടി തുടങ്ങിയിട്ടോ. അച്ഛൻ അവിടെ ഒരു തീപ്പന്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു സാധനം എറിഞ്ഞ് കഴിയുമ്പോൾ തീ ഇങ്ങനെ സ്പ്രെഡാവും. അപ്പോൾ അത് ചെയ്യലായിരുന്നു അച്ഛൻ്റെ പണി. പിന്നെ അവിടെ വേറൊരു ചേട്ടൻ നിൽക്കുന്നത് കണ്ടോ, അത് ആ ഗുരുതിയുടെ വെള്ളം എല്ലാവരും മേത്തേക്ക് ഇങ്ങനെ ഒഴിക്കുക, അതാണ് ആ ചേട്ടൻ്റെ പണി. അങ്ങനെ ഇതാ നമ്മുടെ ചടങ്ങ് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഈ ചടങ്ങൊന്ന് കണ്ടു നോക്കൂട്ടോ. എല്ലാവരും അങ്ങനെ കാണാൻ വഴിയില്ല. ഇപ്പം തന്നെ സമയം ഒരു 3:30-4 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കി ഈ ചടങ്ങ് കേട്ടോ.
എല്ലാ പരിപാടിയും ഇങ്ങനെ തറവാട്ടിക്ക് എത്തിയപ്പോൾ പുലർച്ചെ 4:30 വേഗം കിടന്ന് ഉറങ്ങിട്ടോ. പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ 8 മണിക്ക് എണീറ്റ് വേഗം കുളിച്ച് റെഡിയായി വന്ന് നോക്കിയപ്പോൾ മേശപ്പുറത്ത് ഇതാ നമ്മൾ ഇന്നലെ ചുട്ട തിണ്ടും അപ്പൊക്കെ ഇരിക്കുന്നുണ്ട്. വലിയ അത് ഓരോരുത്തർക്ക് കൊണ്ടാൻ വേണ്ടി ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഉപ്പുമാവും സാമ്പാറാണ് കഴിക്കാണ്ടായിരുന്നത്. അങ്ങനെ അത് കഴിച്ചങ്ങൾ ഇറങ്ങിട്ടോ. ഓരോ ഉത്സവം വിളക്ക് കഴിയുമ്പോൾ ഭയങ്കര വിഷമമാണ്. കാരണം ഇങ്ങനെ എല്ലാവരും കൂടി കഴിഞ്ഞിട്ട് പിരിയുമ്പോൾ ഒരു സങ്കടം ഉണ്ടാവുമല്ലോ. നമുക്ക് അടുത്തൊരു ആഘോഷത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ നേരെ ഡ്യൂട്ടിക്ക് ആട്ടോ പോകുന്നത്, അമ്മ നേരെ ഓഫീസിക്കും. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് ആയിട്ട് വരാം. ടാറ്റാ.